നമസ്തേ എവ്രി വൺ, വെൽക്കം ടു മിത്രയോഗ. ഇന്ന് നമ്മുടെ അഫർമേഷൻ സീരീസിൻ്റെ ഒരു നെക്സ്റ്റ് എപ്പിസോഡാണ്. നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, എന്തിനാ അങ്ങനെ പറഞ്ഞത്, ഞാൻ അങ്ങനെ പെരുമാറുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത് ശരിയായോ, അത് ഇങ്ങനെ ആയിരുന്നോ പെരുമാറേണ്ടിയിരുന്നത്, എനിക്കത് ചെയ്യാൻ പറ്റുമോ, ആം ഐ ഗുഡ് ഇനഫ്, അല്ലെങ്കിൽ എനിക്ക് അത്രയ്ക്കുള്ള കഴിവുണ്ടോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്. അതെ, ഇന്നത്തെ ടോപ്പിക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്, സെൽഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പോൾ എന്താണ് സെൽഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നും അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നും അത് എങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതെന്നും പിന്നെ അതിൻ്റെ സയൻസ് എന്തൊക്കെയാണെന്നും ഇനി അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതുമുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്, എന്താണ് സെൽഫ് ക്രിട്ടിക്കൽ തിങ്കിങ്? ഇത് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ ക്വാളിറ്റി. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ചിന്തകളെയും നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെയും അനലൈസ് ചെയ്യാൻ ഉള്ള അതിനുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനും അനലൈസ് ചെയ്യാനും ഉള്ള ഒരു പവർ, അതൊരു ക്വാളിറ്റിയാണ്. അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പം നമ്മൾ വിചാരിക്കും, ഇത് അങ്ങനെയാണെങ്കിൽ ഇത് നല്ലതല്ലേ, ഇറ്റ്സ് ഫോർ അവർ ബെറ്റർമെന്റ് അല്ലേ, അങ്ങനെ ചിന്തിക്കില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹെൽത്തി ക്രിട്ടിക്കൽ തിങ്കിങ്, ഒന്ന് അൺഹെൽത്തി ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഹെൽത്തി ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ്, അൺഹെൽത്തി ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്ന് അല്ലേ. ഹെൽത്തി ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുണമുള്ള, നമ്മുടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകുന്ന ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ഹെൽത്തി ക്രിട്ടിക്കൽ തിങ്കിങ്. അൺഹെൽത്തി എന്ന് പറഞ്ഞാൽ നമ്മളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്ന ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ഇതിനെ അനലൈസ് ചെയ്ത് നോക്കാം. സപ്പോസ് ഒരാൾക്ക് ഒരു പ്രോജക്റ്റ് ഡെലിവറി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ പ്രോജക്റ്റ് എന്തോ കാരണം കൊണ്ട് അത് ഫെയിലായി, അത് ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല, ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ചിന്തിക്കുക. അപ്പോൾ ഇനി ഒരു ഹെൽത്തി ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരാൾ ചിന്തിക്കുകയാണ്, വാട്ട് വെന്റ് റോങ്, എന്തുകൊണ്ടാണ് ഇത് ഫെയിലായത്? അങ്ങനെ ചിന്തിച്ച് മേ ബി പ്ലാനിങ്ങിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് എവിടെയോ ഒരു മാനേജിങ് ഇഷ്യൂ വന്നതായിരിക്കാം എന്ന് അനലൈസ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി നെക്സ്റ്റ് പ്ലാനിങ്ങിൽ അത് പ്രോപ്പർലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാം. നെക്സ്റ്റ് ടൈം ദ പ്രോജക്റ്റ് വിൽ ബി സക്സസ്ഫുൾ. ഇതാണ് ഹെൽത്തി ക്രിട്ടിക്കൽ തിങ്കിങ്. വെറാസ് ഇൻ ദ സെയിം സിറ്റുവേഷൻ എങ്ങനെയാണ് അൺഹെൽത്തി ക്രിട്ടിക്കൽ തിങ്കിങ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഇതുപോലെ ഒരാൾക്ക് ഡെഡ് ലൈൻ മിസ്സായി, അപ്പോൾ അയാൾ പറയണം, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു കഴിവില്ല, എന്നെക്കൊണ്ട് ഇത് പറ്റുന്ന പണിയൊന്നുമല്ല, എന്നെ ആൾക്കാരൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഫെയിലിയറാണ്, ഇങ്ങനത്തെ ഒക്കെ തോന്നലുണ്ടാവും. ഇത് ഒരു അൺഹെൽത്തി ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ഇതുകൊണ്ട് ഈ അൺഹെൽത്തി ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ട് എന്താ സംഭവിക്കുക? നമ്മുടെ മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് ലോ ആവും. നമ്മൾ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാണ്, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഇങ്ങനെ തന്നെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കൊരു പുതിയൊരു സാധനം ചെയ്യാൻ ഒരു പേടി ഉണ്ടാവും, ഒരു ആക്ഷൻ എടുക്കാൻ ഒരു മടി ഉണ്ടാവും. ബിക്കോസ് വി ആർ നോട്ട് മോട്ടിവേറ്റഡ്. നമുക്ക് നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ഹോർമോൺസ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഓരോ നെഗറ്റീവ് വേർഡ്സ് നമ്മളോട് പറയുമ്പോഴും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഈ ഒരു അൺഹെൽത്തി ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അതിന് കുറച്ച് സയൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പാസ്റ്റ് മിസ്റ്റേക്ക്, പണ്ട് നടന്ന മിസ്റ്റേക്സ്, അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്ത് ഓവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാനെന്ന് അങ്ങനെ പോയപ്പോൾ അങ്ങനെ സംഭവിച്ചു, അപ്പോൾ എനിക്കിപ്പോഴും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പ്ലാൻ ചെയ്തൊരു ആക്ഷനൊന്നും നമ്മൾ എടുക്കുന്നില്ല, വെറുതെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതൊരു റീസണാണ്. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര ബെസ്റ്റായിട്ടൊരു കാര്യം ചെയ്താലും മറ്റുള്ളവർ വന്ന് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സെൽഫ് ഡൗട്ട്. എങ്ങനെയാ? അപ്പോൾ ആരെങ്കിലും വന്ന് പറയാം, നീ നന്നായിട്ട് ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, വെറുതെ ചെയ്തിട്ടൊന്നുമില്ല,
നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസമില്ല. നമ്മൾ നന്നായിട്ട് ചെയ്തു, വി ഡിഡ് ഇറ്റ് വെൽ എന്നുള്ളൊരു ചിന്ത നമുക്കില്ലാതെ മറ്റുള്ളവരൊന്ന് പറഞ്ഞാലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു രണ്ടാമത്തെ ഒരു സൈൻ. മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഗിൽറ്റി ഫീലിംഗ് ആണ്. ഞാൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും ഗിൽട്ടാണ്. ഓക്കെ, ഞാൻ തെറ്റായിപ്പോയി, ഞാനാണ് മിസ്റ്റേക്ക് ചെയ്തത്. അതെങ്ങനെ മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ ഗിൽട്ടിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു സൈൻ. ഇനി വേറൊരു സൈൻ എന്ന് പറഞ്ഞാൽ കമ്പയറിങ് വിത്ത് അതേഴ്സ്. ഇപ്പോൾ ഒരേ ഓഫീസാണെങ്കിൽ വേറൊരു നമ്മുടെ അതേ പൊസിഷനിലുള്ള വേറൊരാൾക്ക് സാലറി കൂടുതലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയാൾക്ക് സാലറി കൂടുതലുണ്ട്, എനിക്ക് സാലറി കുറവാണ്. എപ്പോഴും കമ്പാരിസനാണ്. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓൾവേസ് ദേ വിൽ കംപ്ലൈൻ. ഓക്കെ, എനിക്ക് ഇത് സക്സസ്ഫുൾ ആകാൻ പറ്റാത്തത് ഇന്ന ആളുടെ പ്രശ്നം കൊണ്ടാണ്, എനിക്ക് റിസോഴ്സ് അവൈലബിലിറ്റി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടിയില്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഓരോ എക്സ്ക്യൂസസ് ആണ്. അപ്പം എപ്പോഴും നമ്മൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് മറ്റുള്ള ഒരാൾ കാരണമാണെന്ന് ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ വി ആർ നോട്ട് വർത്തി ഇനഫ്, വി ആർ നോട്ട് സപ്പോർട്ടഡ്, അങ്ങനൊരു ഫീലിംഗ് ആണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഇതും നമ്മുടെ ഈ ഒരു സെൽഫ് ക്രിറ്റിസിസത്തിൻ്റെ ഒരു നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു സൈനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി എന്താണ് അൺഹെൽത്തി സെൽഫ് ക്രിറ്റിസിസം, അതിൻ്റെ സയൻസ് എന്താണ് എന്നൊക്കെ മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കണം. ആദ്യം നമ്മൾ അവെയർ ആയിരിക്കണം, എനിക്ക് മനസ്സിലായി ഐ ഹാവ് സം പ്രോബ്ലം ലൈക്ക് ദിസ്, ആൻഡ് നമ്മൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാം എന്നുള്ള ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾക്ക് ആ നെഗറ്റീവ് തിങ്കിങ് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ മൂഡ് ലോ ആവും. അപ്പോഴാണ് ആ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴാണ് നമ്മുടെ മൂഡ് ലോ ആവുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക. എന്ത് സെൽഫ് ടോക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ, എന്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ തോട്ടിനോട് പറയുക, നമ്മളോട് തന്നെ പറയുക, ഇതൊരു നെഗറ്റീവ്, ഒരു അൺഹെൽത്തി ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് എന്ന് നമ്മളോട് തന്നെ പറയാം. ജസ്റ്റ് സേ ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ തോട്ട് അങ്ങ് മാറുവേ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു തോട്ട് വരും. ഇനിയും ഇതുപോലെ മൂഡ് ലോ വരികയാണെങ്കിൽ അപ്പോഴും അവനെയും ടാഗ് ചെയ്യുക, ഇതൊരു അൺഹെൽത്തി ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ഇങ്ങനെ നമ്മൾ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, സെൽഫ് ടോക്ക്, നെഗറ്റീവ് സെൽഫ് ടോക്കിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. നമ്മൾ അവെയർ ആയിരിക്കും. ഇനി വേറൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കമ്പാഷൻ. നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് വിചാരിക്കുക. എന്ന് വിചാരിച്ച് ഒന്ന് ആക്ഷനൊന്നും എടുക്കാതിരിക്കണം എന്നല്ല പറയാം. ഡു ഇറ്റ്, ട്രൈ ഇറ്റ്, ചെയ്തുകൊണ്ടിരിക്കുക. സക്സസ് എന്ന് പറയുന്നത് എല്ലാം കിട്ടി അവസാനം ഉണ്ടാവുന്ന ഒരു സാധനമല്ല. നമ്മൾ വീണാൽ ഹൗ ഫാസ്റ്റ് വി ക്യാൻ റിക്കവർ ഫ്രം ദാറ്റ്, അതാണ് സക്സസ്. അപ്പോൾ നമുക്ക് സെൽഫ് കമ്പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കും, എനിക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യണം, ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം, എനിക്ക് പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്. ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതാണ് സെൽഫ് കമ്പാഷൻ. പിന്നെ ഒന്ന് ബ്രെത്ത് വർക്കാണ്. ഇങ്ങനെ തോട്ട് വരുമ്പോൾ ബ്രീത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഒരു ഡീപ്പ് ഇൻഹലേഷൻ ഒരു 3 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റം ഒന്ന് കാമാകും. നമ്മുടെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ഒന്ന് കുറഞ്ഞു കിട്ടും. നമുക്ക് കുറച്ച് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. ഇതിന് അഫർമേഷൻസ് ഉണ്ട്. അത് ആസ് യൂഷ്വൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എന്താണ് ചേഞ്ച് ഉണ്ടാകുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.